When a body is stationary, ഒരു ബോഡി സ്റ്റേഷനറിയിലാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുന്നതെന്ന ക്വസ്റ്റ്യൻ. ദെയർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് യൂണിറ്റ്, അതാണോ? അല്ല. ദ കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് യൂണിറ്റ് ബാലൻസ് ഈച്ച് അതർ. ദ ഫോഴ്സ് ആക്ടിങ് യൂണിറ്റ് ആർ നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ഇറ്റ്. ഇത് ബോഡി ഈസ് ഇൻ വാക്വം. ഒരു ബോഡി സ്റ്റേഷനറി ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫോഴ്സസ് എല്ലാം എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ദ കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് യൂണിറ്റ് ബാലൻസ് ഈച്ച് അതർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle is moving with a constant speed along a straight line path. A force is not required to. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ഒരു പാർട്ടിക്കിളിന് നേരെ പോകാൻ എന്താണ് ഫോഴ്സ് നീഡ് ചെയ്യാത്തത് എപ്പോഴാണെന്ന ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ഇറ്റ് സ്പീഡ്, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഫോഴ്സ് വേണം. ഡിക്രീസ് ഇറ്റ്സ് മൊമെൻറ്റം, അതിനും ഫോഴ്സ് വേണം. ചേഞ്ച് ദ ഡയറക്ഷൻ, അതിനും എന്താണ്? ഫോഴ്സ് വേണം. കീപ്പ് ഇറ്റ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ്, ആ ഒരു യൂണിഫോം സ്പീഡിൽ തന്നെ എന്ത് കീപ്പ് മൂവ് ചെയ്യിക്കാൻ വേണ്ടി അതിനൊരു ഫോഴ്സ് എക്സ്റ്റേണൽ കൊടുക്കണോ? വേണ്ട. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ഗെറ്റിംഗ് ഡൗൺ ഫ്രം എ റണ്ണിങ് ബസ് ഫാൾസ് ഫോർവേഡ്. എന്തുകൊണ്ടാണ് ഒരു റണ്ണിങ് ബസ്സിൽ നിന്ന് ഒരു മാൻ വീഴാൻ പോകുമ്പോൾ മുന്നിലോട്ട് വീഴുന്ന, ഫോർവേഡിലോട്ട് വീഴുന്ന ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇനേഷ്യ ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ വൈൽ ദി ഫീറ്റ് കം ടു ദ റെസ്റ്റ് ആസ് സൂൺ ആസ് ദേ ടച്ച് ദ റോഡ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇനേഷ്യ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരാൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 100 kg gun fires a ball of 1 kg horizontally from a cliff of height at 500 meter. ഒരു ക്ലിഫ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 500 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് 100 kg ഉള്ളൊരു ഗൺ എന്ത് ചെയ്യുന്നു? ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ബാൾ ഫയർ ചെയ്യുന്നു. ആ ഗണ്ണിൻ്റെ മാസ് തന്നിട്ടുണ്ട് 100 kg ആണെന്ന്. ഫയർ ചെയ്യുന്ന ആ ബുള്ളറ്റ് അല്ലെങ്കിൽ ബാൾ, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 1 kg ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ വന്ന് ഈ ഗ്രൗണ്ടിൽ തട്ടും. അപ്പോൾ ഇറ്റ് ഫാൾസ് ഓൺ ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ ഫ്രം ദ ബോട്ടം ഓഫ് ദ ക്ലിഫ്. ഇതാണ് ക്ലിഫ് എങ്കിൽ ഈ ക്ലിഫിൻ്റെ ബോട്ടത്തിൽ നിന്ന് 400 മീറ്റർ ദൂരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബാൾ വന്ന് വീഴുന്നത്. അതായത് ഇത് എത്രയാണ്? 400 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റിയാണ് ക്വസ്റ്റ്യൻ. ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തുകൂടെ യൂസ് ചെയ്യും? ലീനിയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് യൂസ് ചെയ്യും. അതായത് പി ഇനിഷ്യൽ ഈസ് ഈക്വൽ ടു പി ഫൈനൽ. അത് വെച്ച് നമുക്ക് എന്ത് പറയാം? മാസ് ഓഫ് ബുള്ളറ്റ് അല്ലെങ്കിൽ ബാൾ, ഇവിടെ നമ്മൾ ബുള്ളറ്റ് എന്ന് തന്നെ എടുക്കാം. മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്, അതായത് എന്താണോ ഗണ്ണിൽ നിന്ന് വീഴുന്നത് അതാണ് ബുള്ളറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഗൺ. ഈ വെലോസിറ്റി ഓഫ് ഗണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോയിൽ വെലോസിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കുഞ്ഞമ്മും കുഞ്ഞു വി ആയിട്ട് എടുത്താൽ കുഞ്ഞം ഇൻറ്റു കുഞ്ഞു വി ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു വി. V capital V, equal velocity capital V is equal to mv divided by m. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ഇ എം അറിയാം, ഇ എമ്മും അറിയാം. രണ്ടിൻ്റെ മാസ് നമുക്കറിയാം. പക്ഷെ നമുക്ക് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് അറിയോ? ഇല്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റും തന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ റേഞ്ചും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് ഈസ് ഈക്വൽ ടു യു അല്ലെങ്കിൽ വി ഇൻറ്റു ടൈം പീരീഡ് എന്ന് എഴുതിക്കൂടെ? എഴുതാം. റേഞ്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടൈം പീരീഡിന് ഏത് ക്വസ്റ്റ് ഉപയോഗിക്കാം? റൂട്ട് ഓഫ് 2h/g എന്ന് ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ അകത്ത് ആർ അറിയാം, എച്ച് അറിയാം, ജി അറിയാം. നമുക്ക് ഇവിടുന്ന് വി കണ്ടുപിടിക്കാമല്ലോ. ആർ എത്രയാ? 400. 400 ഈസ് ഈക്വൽ ടു വി ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 10. ഈ 10ഉം 0യും വെട്ടിയാൽ ജി നമുക്ക് 10 ആയിട്ട് എടുക്കാം. 10ഉം ഈ 0യും വെട്ടിയാൽ ഇവിടെ റൂട്ട് 100 എന്ന് വരും. 400 ഈസ് ഈക്വൽ ടു വി ഇൻറ്റു റൂട്ട് 100 എത്രയാ? 10. സോ വി ഈക്വൽ ടു എത്രയും കിട്ടി? 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഈ വിയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് കൊടുക്കാം. റീകോയിൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ബാൾ എത്രയാ? 1 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ഗൺ 100 ഈക്വൽ ടു എത്രയും കിട്ടിയാൽ 0.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. സോ ദി റീകോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.4 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If momentum of a particle moving along x-axis depends on time t as p is equal to 3t square minus 12t plus 40 kilogram meter per second, then find the force on particle at t is equal to 1 second. നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F is equal to dp by dt അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ dp by dt എടുക്കാം. 6t minus 12 എന്ന് കിട്ടും. ഇനി നമുക്ക് എപ്പോഴും ഉള്ളതാണ് കാണേണ്ടത്? t ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ dp by dt at 1 second ഈസ് ഈക്വൽ ടു ടിക്ക് 1 ഇട്ട് കൊടുക്കാം. 6 ഇൻറ്റു 1 മൈനസ് 12 ഈസ് ഈക്വൽ ടു -6 എന്ന് കിട്ടും. -6 എന്തോ കിട്ടുന്നു? -6 ആയി.
മൈനസ് എക്സ് ആക്സിസിലല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ -6i എന്ന് കിട്ടും. -6i ന്യൂട്ടൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ball of mass 200 grams strikes with a velocity 30 meter per second to a wall. അപ്പോൾ ഒരു വാളിൽ ഒരു ബാൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതൊരു ബാൾ വന്നു സ്ട്രൈക്ക് ചെയ്തു, അത് എത്ര വെലോസിറ്റിയിലാണ്? 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ ബാളിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 200 ഗ്രാം ആണ്. ഇഫ് ടൈം ഓഫ് കോൺടാക്ട് വിത്ത് വാൾ ഈസ് 0.2 സെക്കൻഡ്, ടൈം തന്നിട്ടുണ്ട് 0.02 സെക്കൻഡ്. ആൻഡ് ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ബാൾ റീബൗണ്ട്സ് വിത്ത് സ്പീഡ്. ഇത് സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം ബാൾ വരുന്ന സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡിലാണ്. മാസ് മാറ്റമുണ്ടോ? ഇല്ല, 200 ഗ്രാം തന്നെയാണ്. ദെൻ ഫൈൻഡ് ആവറേജ് ഫോഴ്സ് ഓൺ വാൾ ഡ്യൂറിങ് കോൺടാക്ട്. ആവറേജ് ഫോഴ്സാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം പീരീഡ് ചെയ്താൽ മതി. ഇങ്ങോട്ട് പോകുന്നത് mv ആണ്. അപ്പോൾ mv മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ അത് -mv ആയിട്ട് എടുക്കാം. -mv ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ഇങ്ങനെ എടുക്കാമല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ മാസ് എത്ര? മാസിന് മാറ്റമില്ല. 200 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? അപ്പോൾ 30. ഈ മൈനസും ചേർന്ന് പ്ലസ് ആവും. മാസ് പിന്നെ എത്ര തന്നെയാണ്? 200 തന്നെയാണ്. ഇൻറ്റു വെലോസിറ്റി മാറി എത്രയാണ്? 20 ആയി. 20 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എത്രയാണ്? 0.02. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 200നെ ഗ്രാമിലാണ്, അപ്പോൾ അതിനെ എന്ത് ചെയ്യാം? കിലോഗ്രാമിലാക്കാൻ ഇവിടെ രണ്ടിടത്ത് ഇൻറ്റു 10⁻³ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ 10⁻³ ഈ 3 സീറോസും എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ഇവിടുത്തെ ഈ 10⁻³ ഈ 3 സീറോസും കൂടെ കട്ടാക്കി പോകും. ബാക്കി എത്ര കിട്ടും? 2 × 3 6 പ്ലസ് 2 × 2 4 ഡിവൈഡഡ് ബൈ 0.02നെ 2 × 10⁻² എന്ന് എഴുതാം. 6 + 4 എത്രയാണ്? 10. 10 ഡിവൈഡഡ് ബൈ 2 × 10² എന്ന് കിട്ടും. ഇത് 5 എന്ന് കിട്ടിയാൽ 500 ന്യൂട്ടൺ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും സെയിം ആയിരുന്നെങ്കിൽ, വെലോസിറ്റി സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്ര എടുക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ വെലോസിറ്റി രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തത്. വെലോസിറ്റി സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് F = 2mv ഡിവൈഡഡ് ബൈ t എന്നങ്ങ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ വെലോസിറ്റി ഡിഫറെൻ്റ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 0.5 kilogram ball moving with a speed of 12 meters per second strikes a hard wall at an angle of 30 degree with the wall. വാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ഈ 30 ഡിഗ്രി. It is reflected with the same speed and at the same angle. If the ball is in contact with the wall for 0.25 seconds, the average force acting on the wall is. നമുക്ക് ഏത് ആംഗിളാണ് വേണ്ടത്? വാളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ വെച്ചാണോ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? F = 2mv cos θ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഒരു ആംഗിളെല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഈ പഠിച്ച തീറ്റ എന്തുമായിട്ട് ഉണ്ടാക്കുന്നതാണ്? ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. ഈ ആംഗിളിനാണ് നമ്മൾ തീറ്റ എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്രയാണ്? ഇതാ നമുക്ക് 13 തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ തീറ്റ എത്രയാണ്? 19 - 30 = 60 ഡിഗ്രി എന്ന് കിട്ടും. സോ F = 2 ഇൻറ്റു m എത്രയാണ്? 0.5 ഇൻറ്റു വെലോസിറ്റി 12 തന്നെ, 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കോസ് 60 ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് എത്രയാണ്? 0.25. ഓക്കെ അല്ലേ? 2 × 0.5 0.25 വിട്ട് എത്രയെന്ന് എഴുതാം? ഇവിടെ 2 എന്ന് എഴുതാം. അപ്പോൾ 2 × 2 4 4 × 12 എത്രയാണ്? 2 × 2 4 4 × 12 48 48 ഇൻറ്റു cos 60 എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. ഈ 2ഉം 48ഉം വെട്ടി എത്ര കിട്ടും? 24 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 24 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A machine gun fires a bullet of mass 14 gram with a velocity 1200 meter per second. The man holding it can exert a maximum force of 144 Newton on the gun. How many bullets can be fired per minute at the most? നമുക്ക് ബുള്ളറ്റ്സ് ഫയറിംഗ് പെർ സെക്കൻഡ് ഒരു ഇക്വേഷൻ എന്താ? ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു, അതിന് നമുക്ക് കുഞ്ഞെണ്ണായിട്ട് എടുക്കാം. കുഞ്ഞെണ്ണ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? F = nmv ആണ്. ഇവിടുന്ന് n = F/mv എന്ന് പറയാം. പറഞ്ഞൂടെ? വരാം. ഇതാണ് നമ്മുടെ ബുള്ളറ്റ്സ് ഫയർഡ് പെർ സെക്കൻഡിൻ്റെ ഇക്വേഷൻ. നമുക്ക് പെർ സെക്കൻഡിനെ കണ്ടുപിടിച്ചിട്ട് 1 മിനിറ്റ് ആക്കുമ്പോൾ ഇൻറ്റു 60 ചെയ്താൽ പോരെ. കാരണം 1 മിനിറ്റിൽ 60 സെക്കൻഡ് അല്ലേ? പെർ സെക്കൻഡ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ n കണ്ടുപിടിച്ചാൽ n = ഫോഴ്സ് എത്രയാണ്? 144 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മാസ് എത്രയാടാ? 14 ഗ്രാം ആണ്. കിലോഗ്രാമിലാക്കുമ്പോൾ 14 × 10⁻³ ഇൻറ്റു വെലോസിറ്റി 1200.
ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 10⁻³ ഈ 3 സീറോസും ക്യാൻസൽ ആയിപ്പോൾ 12ഉം 144ഉം വെട്ടി 12 കിട്ടും. 12/4 n എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഇത് പെർ സെക്കൻഡിലുള്ളതാ, അതായത് ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ് ഫയർ ചെയ്യും? 3 ബുള്ളറ്റ്സാണ് പോണത്. അപ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോഴോ n 3 × 16 180. എത്ര ബുള്ളറ്റ് പോകും? 180 ബുള്ളറ്റ്സ് ഫയർ ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Momentum time graph for two particles A and B are as shown. Then find the ratio of force on particles A and B. എയിലുള്ളത് ഇതാണ് A. എയിലുള്ളത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ബി ആയിട്ട് ഉണ്ടാക്കുന്ന എത്രയാണ്? 60 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് ഫോഴ്സിൻ്റെ റേഷ്യോ കാണാൻ എന്തെടുത്താൽ മതി? സ്ലോപ്പ് എടുത്താൽ മതി. കാരണം ഫോഴ്സ് എന്താ? F =Δp/Δt. അതായത് ഈ ഇതിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുന്നതായിരിക്കും എന്താ? ഫോഴ്സിന് ഈക്വൽ. അപ്പോൾ എയുടെ സ്ലോപ്പ് എത്രയാണ്? tan 30. അതല്ലേ എഫ്. എഫ് എ tan 30 ഡിവൈഡഡ് ബൈ എഫ് ബി എത്ര നമ്മൾ? tan 60. tan 30 എത്രയാണ്? 1/√3 ഡിവൈഡഡ് ബൈ √3 എത്രയെന്ന് കിട്ടുക? 1:3 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rocket of mass 100 kg burns 0.1 kg of fuel per second. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി തന്നിട്ടുണ്ട്, എങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് എഫ് കണ്ടുപിടിക്കാമല്ലോ. എഫിൻ്റെ ഇക്വേഷൻ എന്താ? റോക്കറ്റ് പ്രൊപ്പൽഷനിൽ F u × dm/dt അല്ലേ? ഇവിടെ u എത്രയാണ്? വെലോസിറ്റി തന്നിട്ടുണ്ട് 1 kg/s 1 km/s ആണ്. അപ്പോൾ അതിനെ ആദ്യം എന്താക്കണം? m/s ആക്കണം. m/s ആക്കാൻ എന്ത് ചെയ്യും? 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 ആണ്. ഇത് നോക്കാൻ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യും? m/s നമ്മൾ ചെയ്തു, പക്ഷെ നോക്കണം, യൂണിറ്റ് ശ്രദ്ധിക്കണം. ഇവിടെ 1 km/s തന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വെലോസിറ്റി അതിന് മീറ്ററിലാക്കുമ്പോൾ എങ്ങനെ എഴുതാം? 10⁻³ m/s എന്ന് എഴുതാം. എഴുതിക്കൂടെ? അപ്പോൾ വെലോസിറ്റി 10⁻³ m/s ആണ്. സോ യുവിന് 10⁻³ ഇട്ട് കൊടുത്താൽ dm/dt എത്രയാണ്? 0.1 ആണ്. 0.1 100 എന്ന് കിട്ടും. ഫോഴ്സ് കിട്ടി. ഫോഴ്സ് ആണോ നമ്മുടെ ക്വസ്റ്റ്യൻ? അല്ല, ആക്സിലറേഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ F/mass. 100 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്? 100 എത്ര കിട്ടി? 1 m/s² എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If water of density rho coming out from a pipe of area of cross section A strikes the wall with a speed v and comes to rest, then find average force by water on wall. Average force ആണ് എന്ത് ചെയ്യണം? നമുക്ക് Δp/Δt എടുത്താൽ മതി അല്ലേ? അതെ. ഇനി Δp എന്താണ്? മാസ് ഇൻറ്റു Δv, അതായത് വെലോസിറ്റി അല്ലേ, ഡിവൈഡഡ് ബൈ ടി ചെയ്യാം. മാസിന് നമുക്ക് എന്ത് എഴുതാം? മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ അവിടെ നിന്ന് മാസ് ഡെൻസിറ്റി ഇൻറ്റു വി എന്ന് എഴുതിക്കൂടെ? സോ മാസിനെ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇവിടെ ഡെൻസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? റോ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഡിക്ക് വരെ എന്ത് കൊടുക്കാം? റോ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ഇവിടെ ഈ കുഞ്ഞു വി എന്താ? വെലോസിറ്റിയും വലിയ വി വോളിയമാണ്. വോളിയത്തെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതിക്കൂടെ? ലെങ്ത് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ലെങ്ത് ഇവിടെ എക്സ് ആയിട്ട് എടുത്താൽ നമുക്ക് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു എക്സ് ഇൻറ്റു v/t എന്ന് കിട്ടും. ഇനി പറയടാ, x/t എന്തോ? ഡിസ്റ്റൻസ് ബൈ ടൈം പീരീഡ് എന്താ? വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? റോ എ ഇൻറ്റു v² എന്ന് എഴുതാം. സോ ദ ആൻസർ ഈസ് ആവറേജ് ഫോഴ്സ് എത്രയെന്ന് കിട്ടി? റോ എ v² എന്ന് കിട്ടി. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rope of length L is pulled with a constant force F. T is the tension in the rope at a point distant x from the end where the force is applied. Then tension is. ഇതൊരു റോപ്പാണ്. ആ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? L ആണ്. ഇറ്റ്സ് പുൾഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് F. അത് പുള്ളി ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ് F. T എന്ന് പറയുന്ന ടെൻഷൻ എവിടെയാണ്? ഈ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ടെൻഷനാണ് T എന്ന് പറയുന്നത്. ഇവിടെയുള്ളതാണ് ടി. എങ്കിൽ നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഫുള്ളിൻ്റെ മാസ് എം ആണ്. അതായത് ഈ ഒരു റോപ്പിൻ്റെ മാസ് എം ആണെങ്കിൽ ഇവിടം വരെയുള്ള മാസ്, അതായത് ഈ ഒരു എക്സ് ദൂരമുള്ള മാസ് എത്രയാണ്? എക്സ് ഇൻറ്റു എം എന്നും ഇവിടം വരെയുള്ള, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ മാസ് എങ്ങനെ എടുക്കാം? ഫുള്ള് ലെങ്ത് എൽ ആയതുകൊണ്ട് L-6 ഇൻറ്റു എം എന്നും എടുക്കാം. ഓക്കെ അല്ലേ? ടെൻഷൻ കണ്ടുപിടിക്കാൻ പുള്ളിങ്ങിലാണ്. ഒരു റോപ്പിനെ പുള്ളി ചെയ്യുക എങ്കിൽ ടെൻഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും നമ്മൾ? ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ്. അതായത് ഇവിടെ എത്രയാണ് ടെൻഷൻ ഇത് ചെയ്യുന്നത്? അതിൻ്റെ ബിഹൈൻഡിലുള്ള മാസ് ഇവിടെ എത്രയാണ്? L-6 ഇൻറ്റു എം അല്ലേ? കാരണം ഇങ്ങോട്ട് എക്സ് എം ആണ്, ഇങ്ങോട്ട് പുള്ളിയാണ്. അപ്പോൾ ടെൻഷൻ്റെ പിറകിലുള്ള മാസ് എത്രയാണ്? L-6 ഇൻറ്റു എം ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മാസ് എടുത്താൽ മതി. ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എത്ര എടുക്കണം? L ഇൻറ്റു എം.
L ലെങ്തിലുള്ള മാസ് L ഇൻറ്റു എം എടുക്കും. ഈ എമ്മും ക്യാൻസലായ ടെൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, എഫ് ഇൻറ്റു എൽ മൈനസ് 6c/L എന്ന് എഴുതാം. എഴുതിക്കൂടെ ഇടാം. ഇത് പുള്ള് ചെയ്യുമ്പോൾ ഉള്ളാണെങ്കിൽ ടെൻഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് എവിടുത്തെ ടെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ നിന്ന് പിറകിലോട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അതായിരിക്കും എന്താ അവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ആൻസർ എത്രയും കിട്ടും, എഫ് ഇൻറ്റു എൽ മൈനസ് 6 ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടെൻഷൻ ഓൺ പുള്ളി ബൈ ദ സ്ട്രിങ്. ഇതിപ്പോൾ ഒരു ബ്ലോക്ക് ഇവിടെ എന്താ സ്മൂത്ത് സർഫസിൽ വെച്ചിരിക്കുക, അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ടെൻഷൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും, M1 M2 G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. നമുക്ക് M1 8 ഇട്ട് കൊടുക്കാം. 8 ഇൻറ്റു 2 ഇൻറ്റു G എത്രയാണ്, 10 ആണ്, ഡിവൈഡഡ് ബൈ 8 പ്ലസ് 2 എന്ന് കിട്ടും. 8 പ്ലസ് 2 10 അല്ലേ, 10 ക്യാൻസൽ എത്ര കിട്ടുക, 16 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ടെൻഷൻ ഇൻ ദ പുള്ളി ഈസ് 16 ന്യൂട്ടൺ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതിപ്പോൾ നമുക്കൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഇൻക്ലൈൻഡ് സർഫസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എത്രയാണ് ഫോഴ്സ്, mg സൈൻ തീറ്റ. ഇവിടെ തീറ്റ 30 ആയതുകൊണ്ട് mg സൈൻ 30 നമ്മൾ പഠിച്ചിട്ടുള്ള mg സൈൻ 30 ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് എത്രയുണ്ട്, 2 ഇൻറ്റു 10 അല്ലേ, ഫോഴ്സ് എടുക്കുമ്പോൾ 2 ഇൻറ്റു 10 ആണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തോ കണ്ട ആക്സിലറേഷനാണ് കണ്ടത്. ഇത് ഇങ്ങോട്ട് വലിക്കുന്നു, ഇത് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വന്നു, ഇത് 20 കിട്ടും. ഇത് എത്ര കിട്ടും, ഇത് 8 അല്ലേ. അപ്പോൾ ഇതായിരിക്കും എന്ത് വലുത്, ഇങ്ങോട്ടായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയും കയറിപ്പോവും എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എടുക്കുമ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു mg സൈൻ 30, അതല്ലേ പുള്ളിങ് ഫോഴ്സ്, മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് എത്രയാണ്, 2 ഇൻറ്റു 10 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്, 8 പ്ലസ് 2 എത്ര കിട്ടും, 10 എന്ന് കിട്ടും. എമ്മിന് വാല്യൂ ഇട്ട് കൊടുത്താൽ 8 ഇൻറ്റു 10 ഇൻറ്റു സൈൻ 30 എത്രയാടാ, 1/2 മൈനസ് 20 ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടും, 8 പ്ലസ് 2 10 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10 എത്ര, 18 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ 48, 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ആക്സിലറേഷൻ എത്ര കിട്ടിയടാ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇങ്ങോട്ടുള്ള ഫോഴ്സ് mg സൈൻ തീറ്റയാണ്, നമ്മളത് ഇംഗ്ലണ്ട് പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ഫോഴ്സ് 20 ആണ്, എഫ് 2 ഇൻറ്റു 10. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടെൻഷൻ T1 ആൻഡ് T2 ഇൻ സിറ്റുവേഷൻ ഷോ. ഇത് നോക്ക്, പുള്ളി ചെയ്യുമല്ലേ, പുള്ളി ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തോ പഠിച്ചത്, ടെൻഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ. നമുക്ക് ആദ്യം എന്തോ വേണ്ടത്, ഇതാണ് T1, ഇത് T2 ആണ്, ഇത് 10 കിലോഗ്രാം ആണ്, ഇത് 20 കിലോഗ്രാം ആണ്, ഇത് 30 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? ഇത് 60 ന്യൂട്ടൺ ആണ്. എങ്കിൽ പറയും ടോട്ടൽ മാസ് നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം, T1 കണ്ടുപിടിക്കാം. T1ഉം T2 നമ്മൾ റേഷ്യോ ചോദിച്ചത്. T1 കണ്ടുപിടിക്കുമ്പോൾ എഫ് എത്രയാണ്, 16 ആണ്, ഇൻറ്റു ഇവിടെ അല്ലേ T1 മാസ് ബിഹൈൻഡ് എത്രയാണ്, 10 ആണ്, ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എടുക്കുമ്പോൾ എത്ര കിട്ടും, 10 പ്ലസ് 20 30, 13 പ്ലസ് 30 എത്ര കിട്ടും, 16 എന്ന് കിട്ടും. ഈ 16 ക്യാൻസൽ ആയിപ്പോയാൽ 10 ന്യൂട്ടൺ എന്ന് കിട്ടും T1. ഓക്കെ അല്ലേ? ഇനി T2 കണ്ടുപിടിക്കുക. ടോട്ടൽ ഫോഴ്സ് 60 ആണ്, ഇൻറ്റു T2ൻ്റെ മാസ് ബിഹൈൻഡ് എത്രയാണ്, 10 പ്ലസ് 20 13 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്, 60. ഈ 16 ക്യാൻസൽ ആയ 13 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ T1 ഈസ് ടു T2ൻ്റെ റേഷ്യോ എത്ര കിട്ടും, T1 ഈസ് ടു T2 ഈസ് ഈക്വൽ ടു 10/13 ഈസ് ഈക്വൽ ടു 1:3 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a man of mass 16 kg is standing on a weighing machine in a lift. If lift is moving upwards with an acceleration of 4 meter per second square, find the reading of weighing machine. weighing machine ന്റെ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് പോകുന്നത്, അപ്വേർഡ്സ് ആണ്. ലിഫ്റ്റ് അപ്വേർഡ്സിലാണ് മൂവ് ചെയ്യുന്നത്, അപ്പിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അപ്പാരൻ്റ് വെയിറ്റ് എത്രയെന്നാണ് കിട്ടുന്നത്, m ഇൻറ്റു ജി പ്ലസ് എ. താഴോട്ടായിരുന്നെങ്കിലോ, ലിഫ്റ്റ് താഴോട്ടായിരുന്നെങ്കിൽ m ഇൻറ്റു ജി മൈനസ് എ എന്നായിരുന്നു. അപ്പോൾ അപ്വേർഡ്സ് ആയിട്ട് m ഇൻറ്റു ജി പ്ലസ് എ. m എത്രയാ, 16 ഇൻറ്റു ജി എത്രയാ, ജി 10 ആയിട്ട് എടുക്കാം. 10 പ്ലസ് എ എത്രയാണ്, 4 ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 14 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും, 6 ഇൻറ്റു 14 84 ആണ്, 840 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 blocks of mass m and 2m are connected by a light string passing over a frictionless pulley as shown in figure. The mass m is placed on a smooth inclined
plane of inclination 30, mass 2m hangs vertically. If the system is released, the blocks move with an acceleration equal to, അപ്പോൾ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ, എം ജി സൈൻ 30. ഇത് താഴോട്ട് പോകുന്നത് 2m ഇൻറ്റു ജി. ഓക്കെ അല്ലേ, 2m ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 2m ഇൻറ്റു 10 എന്ന് കിട്ടും, 20m എന്ന് കിട്ടും ന്യൂട്ടൺ. ഓക്കെ അല്ലേ. ഇനി പറയും ഇത് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് മൂവ് ചെയ്യുന്നത്, ഇത് 2m ആണ്, ഇത് m ആണ്, ഇത് 2m ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇത് മേലോട്ടും പോകും. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം, പുള്ളിങ് ഫോഴ്സ്, അതായത് നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. അപ്പോൾ പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ എങ്ങനെ ഇട്ടുവിടാം, ഇവിടെ പുള്ളി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്, ഇങ്ങോട്ടല്ലേ വലിക്കുന്നത്, അപ്പോൾ വലിക്കുന്നത് എത്രയാണ്, 20m ആണ്. 20m മൈനസ് 2m ഇൻറ്റു 10, അങ്ങനെ 20m ആയി. ഒപ്പോസിങ് ഫോഴ്സ് എത്ര കിട്ടും, എം ജി, എം ഇൻറ്റു ജിക്ക് എത്ര ഇട്ട് കൊടുക്കാം, 10 ഇട്ട് കൊടുക്കാം. എം ഇൻറ്റു 10 ജി തന്നെ, ഇവിടെ ഇപ്പോൾ ഓപ്ഷനിലെല്ലാം ജി ആണ്, അപ്പോൾ നമുക്ക് ജി തന്നെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് എത്ര കിട്ടും, 2 ഇൻറ്റു ജി എന്ന് കിട്ടും, 2m ഇൻറ്റു ജി എന്ന് കിട്ടും, മൈനസ് ഇത് എത്ര കിട്ടും, എം ജി സൈൻ 30. സൈൻ 30 എത്രയാണ്, 1/2 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്ര, ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു 2m ഉണ്ട്, 2m പ്ലസ് m എന്ന് കിട്ടും. ഈസിക്കൽ ടു 2mg മൈനസ് mg/2 ഡിവൈഡഡ് ബൈ 3m എന്ന് കിട്ടും. 2mg മൈനസ് mg/2 എത്ര കിട്ടും, 4mg മൈനസ് mg/2, 3mg ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 3m. ഈ 3m 3m ക്യാൻസൽ ആയാൽ g/2 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, g/2. ക്ലിയർ അല്ലേടാ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എക്സ്പ്ലോഷൻ ബ്ലോസ് എ റോക്ക് ഇൻറ്റു 3 പാർട്സ്. 3 പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പ്ലോഷനിൽ ബ്ലോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 പാർട്സ് ഗോ ഓഫ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. 2 പാർട്ട്, ഇതൊരു ബ്ലോക്കാണ്, അത് 2 പാർട്ട് ആയിട്ട് എന്ത് റൈറ്റ് ആംഗിളിൽ പോയി. ഓക്കെ, ദീസ് 2 ആർ 1 കിലോഗ്രാം. ഫസ്റ്റ് പാർട്ട് മൂവിങ് വിത്ത് എ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊരു 1 കിലോഗ്രാം പാർട്ടാണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്, 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് പാർട്ട് 2 കിലോഗ്രാം ആണ്, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ അല്ലേ. ഇഫ് ദി തേർഡ് പാർട്ട് ഫ്ലൈസ് ഓഫ് വിത്ത് എ വെലോസിറ്റി, തേർഡ് പാർട്ട് ഇങ്ങനെ പോകുന്നത്, അപ്പോൾ അത് എത്രയാണ്, 4 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകണമെന്ന് വിചാരിക്കും. എങ്കിൽ അതിൻ്റെ മാസ് എത്രയെന്നാ ക്വസ്റ്റ്യൻ. ഈ മാസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും എത്രയാണ്, പെർപെൻഡിക്കുലർ ആയിട്ട്, അതിൽ 90 ഡിഗ്രിയിലാണ് പോകണമെന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആ നെറ്റ് മൊമെൻറ്റത്തിന് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ നെറ്റ് മൊമെൻറ്റം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇവിടുത്തെ പി നെറ്റ് കണ്ടുപിടിക്കണം. ഈസിക്കൽ ടു റൂട്ട് ഓഫ് p1 സ്ക്വയർ പ്ലസ് p2 സ്ക്വയർ ആണ്. 90 ഡിഗ്രിയിലായതുകൊണ്ട് റൂട്ട് ഓഫ് p1 സ്ക്വയർ പ്ലസ് p2 സ്ക്വയർ ചെയ്താൽ മതി. 2 ഇൻറ്റു p1 p2 കോസ് 90 എത്ര, 0 എഴുതുന്നുണ്ട്, അതങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. റൂട്ട് ഓഫ് p1 സ്ക്വയർ പ്ലസ് p2 സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടും, p1 മാസിൻ്റെ വെലോസിറ്റി 12 എന്ന് കിട്ടും p1. ഇവിടെയോ p2 എത്രയെന്ന് കിട്ടും, 2 ഇൻറ്റു 8 16 എന്ന് കിട്ടും. അപ്പോൾ p നെറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 144 പ്ലസ് 256 എന്ന് കിട്ടും. ഇത് എത്ര കിട്ടും, റൂട്ട് 400 എന്ന് കിട്ടും, 20 എന്ന് കിട്ടും. ഇതാണ് പി നെറ്റ് അല്ലേ. ഇത് എന്തിന് ഈക്വലാണ്, ഇതിന് ഈക്വലാണ്. അപ്പോൾ പി നെറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. 20 ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു 4 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുന്ന് മാസ് എത്രയെന്ന് കിട്ടും, 20 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 5 kg എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യുക, ആദ്യം 90 ഡിഗ്രി സ്പ്ലിറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ അവരുടെ പി നെറ്റ് കണ്ടുപിടിക്കുക, അതിന് മറ്റേത് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക, തേർഡ് പാർട്ടായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 10 kg is moving with an initial speed 20 meter per second. അപ്പോൾ u എത്രയാണ്, 20 meter per second എന്ന് തന്നിട്ടുണ്ട്. The body stops after 5 seconds. Time period 5 seconds ആണ്. Due to friction between body and the floor. The value of the coefficient friction is. അപ്പോൾ mu k ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്കറിയാം v ഈസ് ഈക്വൽ ടു u പ്ലസ് 80 ആണ് അല്ലേ. അതെ, ബോഡി സ്റ്റോപ്സ് ആഫ്റ്റർ 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ v എന്തായി, 0 ആയി. 0 ഈസ് ഈക്വൽ ടു u എത്രയാണ്, 20 മൈനസ് ഇത് ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലേ, എക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം, മൈനസ് mu k ഇൻറ്റു ജി എന്ന് ഇട്ട് കൊടുക്കാം, ഇൻറ്റു ടി എന്ന് കിട്ടും. 20 ഈസ് ഈക്വൽ ടു mu k ഇൻറ്റു mu k ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇൻറ്റു ജി ഇൻറ്റു ടി എന്ന് കിട്ടും. mu k ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ടി. ജി എത്രയാണ്, 10 ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. 10 ഇൻറ്റു ടി എത്രയാണ്, 5 സെക്കൻഡ്. 20 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടും, 2/5 എന്ന് കിട്ടും. 2/5 നമുക്ക് എങ്ങനെ എഴുതാം, 0.4 സെക്കൻഡ്, 0.4 എന്ന് എഴുതാം. 0.4 സെക്കൻഡ് അല്ല, 0.4. സോ mu k യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 0.4 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ്
ഓപ്ഷൻ 4. നമ്മൾ ഇതിൽ ഏത് ഇക്വേഷനാണ് പഠിച്ചിരിക്കേണ്ടത്? മ്യൂ കെയുടെ ഇക്വേഷൻ. മ്യൂ കെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മ്യൂ കെയുടെ ഇക്വേഷൻ എന്താ? മ്യൂ കെ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം? മ്യൂ കെ ഇൻറ്റു ജി എന്ന് എഴുതാം. ഈ ഇക്വേഷൻ എന്താ? ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ അല്ലേടാ? The acceleration of a system of two bodies over the verge are shown in figure. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഷോർട്ട് കട്ടായിട്ട്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ? സോ നമ്മുടെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒരു പുള്ളിങ് ഫോഴ്സ് അവിടെ ഉണ്ടാവും, അതിനോടൊപ്പം എന്തോ ഉണ്ടാവും? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇങ്ങനെ എഴുതാമല്ലോ? എഴുതാം. അപ്പോൾ പറയാം ഇവിടെ ഏതായിരിക്കും പുള്ളി എന്ന്. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എത്രയാണെന്ന് നമുക്കറിയാം? എം സൈൻ 37 ആണ് നമുക്കറിയാം. ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എത്രയാണ്? എം സൈൻ 53 ആണ്. സൈൻ 37ൻ്റെ വാല്യൂ എന്തുവാ? സൈൻ 37 ഈക്വൽ ടു 3/5 ആണ്. സൈൻ 53യുടെ വാല്യൂ എന്താ? 4/5 ആണ്. ഇതിൽ ഏതാണ് വലുത്? 4/5 ആണോ 3/5 ആണോ? സൈൻ 53 4/5 വലുത്. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പുള്ളി മൂവ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ലേ പുള്ളിങ് ഫോഴ്സ്, ഇത് ഒപ്പോസിങ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഫോഴ്സ് എഴുതുമ്പോൾ എം ജി സൈൻ 53 എന്ന് കിട്ടും. എം ജി സൈൻ 53 മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതോ എം ജി സൈൻ 37 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ ഇവിടെ എം എത്രയാണ്? 2m എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു സൈൻ 53 ആകുമ്പോൾ 4/5 മൈനസ് എം ജി ഇൻറ്റു 3/5 ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4mg/5 മൈനസ് 3mg/5 എത്ര? എം ജി ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 2m. എമ്മും ക്യാൻസലായാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? g/10 എന്ന് കിട്ടും. g/10 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജിക്ക് ഞാൻ 10 ഇട്ട് കൊടുത്താൽ എത്ര കിട്ടും? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 10/10 ഈസ് ഈക്വൽ ടു 1 m/s² എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two masses m1 is equal to 5 kg and m2 is equal to 10 kg are connected at the ends of an inextensible string passing over a frictionless pulley as shown. When the masses are released, then the acceleration of the masses will be. നമുക്ക് ഇവിടെയും കാണേണ്ടത് എന്താ? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചേ? പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ? അപ്പോൾ ഇവിടെ പറയും പുള്ളിങ് ഫോഴ്സ്. ഇവിടെ m1ൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് എത്ര? 5 kg. m2 എത്രയാണ്? 10 kg ആണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 10 × g 10g എന്ന് കൊടുക്കാം. ഇതോ 5g ആണ് കൊടുക്കുന്നത്. അപ്പോൾ പറയും എങ്ങോട്ടായിരിക്കും ഈ സിസ്റ്റം മൂവ് ചെയ്യുന്നത്? ഇങ്ങോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇത് മേലോട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പുള്ളിങ് ഫോഴ്സ്. ഇത് ഇവിടുത്തെ എന്താണ്? ഒപ്പോസിങ് ഫോഴ്സ് ആണ്. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? പുള്ളിങ് ഫോഴ്സ് 10g മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് എത്രയാണ്? 5g ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ 10 + 5 ഏത് കിട്ടും? 15 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 5g ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു g/3 എന്ന് കിട്ടും. സോ ദ ആക്സലറേഷൻ ഈസ് g/3. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ഓഫ് മാസ് 16 kg ഈസ് റൈഡിങ് ഇൻ എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൻ്റെ കേസാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് ഓഫ് ദി മാൻ വെൻ ദി ലിഫ്റ്റ് ഈസ് ആക്സലറേഷൻ അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് അറ്റ് 2 m/s². അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്താ കണ്ട? അപ്വേർഡിൽ 2 m/s² പോവുകയാണെങ്കിലുള്ള വെയിറ്റാണ് കാണേണ്ടത്. അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ? എം ഇൻറ്റു അപ്വേർഡ് പോകുമ്പോൾ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? g + e. എം ഇൻറ്റു g + e ഈസ് ഈക്വൽ ടു എം എത്രയാണ്? 16 ഇൻറ്റു g എത്രയാണ്? 10. 10 + 2 ഈസ് ഈക്വൽ ടു 10 + 2 എത്ര കിട്ടും? 12 എന്നിട്ട് 16 × 12 ഈസ് ഈക്വൽ ടു 720 ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ? അതെ. ഇനി ഡൗൺവേർഡിൽ 2 m/s പോകുമ്പോൾ, ഡൗൺവേർഡിൽ 2 m/s² പോകുമ്പോൾ ടെൻഷൻ്റെ ഇക്വേഷൻ എന്താ? ടെൻഷൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു g - e ഈസ് ഈക്വൽ ടു 16 × 10 - 2 എത്ര കിട്ടും? 16 × 8 എന്ന് കിട്ടും. 480 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 720 ന്യൂട്ടൺ ആൻഡ് 480 ന്യൂട്ടൺ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 blocks of masses m1, m2 and m3 are connected by a massless string as shown in the figure and placed on a frictionless table. They are pulled with a force T3 is equal to 14 Newton. The tension T2 will be. ഈ T2 ആണ് നമുക്ക് കാണേണ്ടത്. m1ൻ്റെ മാസ് നമുക്കറിയാം എത്രയാണ്? 10 kg. m2ൻ്റെ മാസ് അറിയാം 6 kg. m3യുടെ മാസ് അറിയാം 4 kg. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
T3 14 ന്യൂട്ടൺ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുള്ള് ചെയ്യുന്ന ഫോഴ്സ് 14 ന്യൂട്ടനാണ് നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളിങ് ഫോഴ്സ് എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ എഴുതിയാൽ ഇവിടുത്തെ ടെൻഷനല്ലേ കാണുന്നത്, T2ലെ ടെൻഷനെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ടെൻഷൻ എഴുതുമ്പോൾ ടോട്ടൽ ഫോഴ്സ് പുള്ളിങ് ഫോഴ്സ് ഇൻറ്റു ഇത് പുള്ളിങ് അല്ലേ, അപ്പോൾ എന്തുവാണ് മാസ് ബിഹൈൻഡ്, അതായത് ആ ടെൻഷൻ്റെ പിറകിലുള്ള മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതല്ലേ നമ്മുടെ ഷോർട്ട് കട്ടായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഫോഴ്സ് എത്ര കിട്ടും, 14 ഇൻറ്റു മാസ് ബിഹൈൻഡ് എത്ര, T2ൻ്റെ പിന്നിലുള്ള മാസ് ഏതൊക്കെയാണ്, M2ഉം M1ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും, 10 + 6 16 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് 10 + 6 + 4 എത്രയാ, 20 അല്ലേ. ഈ 20നും 14നും വെട്ടി 2 കിട്ടും. 2 × 16 = എത്രയും കിട്ടും, 32 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ T2യിലുള്ള ടെൻഷൻ എന്തോ 32 ന്യൂട്ടൺ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി T1 ഇവിടെ ചോദിച്ചിരുന്നെങ്കിലോ, T1 ആയിരുന്നെങ്കിൽ T1 = പുള്ളിങ് ഫോഴ്സ് 14 ഇൻറ്റു അവിടുത്തെ മാസ് ബിഹൈൻഡ് വരുമ്പോൾ ഈ M1 മാത്രമേ ഉള്ളൂ, 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അപ്പോഴും സെയിം ആണ്, 10 + 6 + 4 എത്രയാണ്, 20. ഇത് രണ്ടും വെട്ടി 2 എഴുതും. 2 × 10 = 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 blocks of 2 kg and 1 kg are in contact on a frictionless table. If a force of 3 Newton is applied on 2 kg block, then the force of contact between the 2 blocks will be. നമുക്കപ്പോൾ ഇവിടെയുള്ള ടെൻഷൻ അല്ലേ കണ്ടേ. ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആടാ, ഇവിടെ ഞാൻ പുഷ് ചെയ്യല്ലേ, ഒരു 2 kg ബ്ലോക്കിനെ ഞാൻ പുഷ് ചെയ്യുക 3 kg കൊടുത്ത്. അപ്പോൾ പുഷിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഫോഴ്സ് ഇൻറ്റു മാസ് എഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്നുള്ള ഒരു ഇക്വേഷൻ പഠിച്ചേക്കണം. ഓക്കെ അല്ലേ? അത് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏതാണ് ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, 3 ഇൻറ്റു പുഷിങ് ടൈപ്പാണ്. മാസ് ഹെഡ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ ടെൻഷനാണോ വേണ്ടത് ആ ടെൻഷന് മുന്നിലിരിക്കുന്ന മാസ്. ഇവിടുത്തെ ടെൻഷൻ ആകുമ്പോൾ ഇതിന് മുന്നിലിരിക്കുന്ന മാസ് എത്രയാണ്, 1. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്, 2 + 1 3 ഇസ്ക്വൽ എത്രയും നീട്ടിയിടാം, 1 ന്യൂട്ടൺ എന്ന് കിട്ടി. സോ ടെൻഷൻ ബിറ്റ്വീൻ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 ബ്ലോക്ക് ഈസ് 1 ന്യൂട്ടൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 blocks of mass M1 2 kg. ഈ മാസ് M1ൻ്റെ എത്രയാണ്, 2 kg ആണ്. M2 4 kg, M3 6 kg are connected by strings on a frictionless inclined plane of 16 degree as shown in the figure. A force F is equal to 120 Newton, F എത്രയാണ് 120 Newton, is applied upwards along the incline to the uppermost block, causing an upward movement of the blocks. The connecting chords are light. The value of tension T1 and T2 of the in the chords are. നമുക്ക് T1 കണ്ടുപിടിക്കണം, T2 കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പുള്ളിങ് ഫോഴ്സ്, ഇത് നമ്മൾ പുള്ളി ചെയ്യുക ഫോഴ്സ്. അപ്പോൾ ആ പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയാം. ഇവിടെ പുള്ളിങ് ഫോഴ്സ് എത്രയാണ്, 120 ന്യൂട്ടൺ മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് എത്രയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ട്, ഒരു M1G sin θ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ട്, ഒരു M2G sin θ ഉണ്ട്. M3യിൽ നിന്ന് താഴോട്ട് ഒരു M3G sin θ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒപ്പോസിങ് ഫോഴ്സ് എത്രയായിരിക്കും, M1 + M2 + M3 the whole into G sin θ. ഇത്രയല്ലേ ഇവിടുത്തെ ഒപ്പോസിങ് ഫോഴ്സ് വരുന്നത്. അത് നമുക്ക് എഴുതാം, M1 + M2 + M3 G sin θ ഡിവൈഡഡ് ബൈ എന്തുവാടാ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്ര, M1 + M2 + M3 2 + 4 + 6 is equal to 12. നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ 120 മൈനസ് 12G sin θ എത്രയാണ് 60 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഈ 12 എല്ലായിടത്തു നിന്നും ക്യാൻസൽ ആയാൽ 10 - G sin 60 എന്ന് കിട്ടും. കിട്ടൂലേ, 10 - G sin 60. ഇതിവിടെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തോ കാണണ്ടേ, T1ഉം T2ഉം കാണാം. നമുക്ക് ആദ്യം T2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. T2ൻ്റെത് വരച്ചാൽ എങ്ങനെ ഇരിക്കും, ഇവിടെ മാസ് M3, M3ന്ന് താഴോട്ട് പോണതാ T2 അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട് 120 ന്യൂട്ടൺ. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി പറയൂ, ഈ T2 മാത്രമാണോ താഴോട്ട്? അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു M3G sin θയും ഉണ്ട് താഴോട്ട്. അപ്പോൾ ഈ ടോട്ടൽ ഇവിടുത്തെ ടെൻഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബാലൻസ്ഡ് ഫോഴ്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, F ഈസ് ഈക്വൽ ടു അല്ല, എഫ് അതല്ലേ അങ്ങോട്ട് പുള്ളി ഇനി അങ്ങോട്ട് അതാ കൂടുതൽ. അപ്പോൾ എഫ് മൈനസ് ഈ താഴോട്ട് ഏതൊക്കെയുണ്ട്, T2 ഉണ്ട്, M3G sin θ ഉണ്ട്. T2 മൈനസ് M3G sin θ
ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം, M3 ഇൻറ്റു എ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇവിടുത്തെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് അവിടുത്തെ ഒരു ടെൻഷൻ എഴുതുക. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടുന്ന് പറയടാ, എഫ് എത്രയാണ്? 120 ആണ്. 120 മൈനസ് T2 മൈനസ് M3G സൈൻ 60 ഈസ് ഈക്വൽ ടു M3 ഇൻറ്റു എ. എത്രയാ? എക്ക് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു, 10 മൈനസ് G സൈൻ 60. ഇനി ഇത് ഓപ്പൺ ചെയ്തേ. 120 മൈനസ് T2 മൈനസ് M3G സൈൻ 60 ഈസ് ഈക്വൽ ടു 10 M3 മൈനസ് M3G സൈൻ 60. ഈ M3G സൈൻ 60 രണ്ടിടത്തും ക്യാൻസലായി പോവില്ലേ? പോവും. അവിടെ നിന്ന് നമുക്ക് പിന്നെ എന്ത് കിട്ടും? 10 M3 എന്ന് കിട്ടും. M3 എത്രയാ? 6. അപ്പോൾ 10 M3 എത്രയെന്ന് കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ 120 മൈനസ് T2 ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഇവിടുന്ന് T2 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 16 ന്യൂട്ടൺ എന്ന് കിട്ടും. കിട്ടിയോ? അപ്പോൾ T2 16 ന്യൂട്ടൺ എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നെങ്കിൽ ഓപ്ഷൻ ബി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തോ വേണം? T1 കണ്ടുപിടിക്കും. ഇതേപോലെ എന്ത് ചെയ്യാം? നമുക്ക് T1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. M1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇത് M1, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു M1G സൈൻ തീറ്റ ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ട്? T1 ഉണ്ട് അല്ലേ? അതെ. ഇനി താഴോട്ട് എന്തുണ്ട്? M1A ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങോട്ടൊരു T1 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതുവാണെങ്കിൽ T1 മൈനസ് M1G സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു M1A എന്ന് എഴുതിക്കൂടെടാ? എഴുതാം. T1 മൈനസ് M1G സൈൻ 60 ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു, ഇവിടെ എക്ക് വരെ എന്തിട്ട് കൊടുക്കാം? 10 മൈനസ് G സൈൻ ഇട്ട് കൊടുക്കുമ്പോൾ M1G സൈൻ 60 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഇത് രണ്ടും ക്യാൻസലായി പോവില്ലേ? T1 ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു 10 എന്ന് കിട്ടും. M1 എത്രയാ? 2 കിലോഗ്രാം. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ഏതാടാ? ഓപ്ഷൻ എ. T1 20 ന്യൂട്ടണും T2 16 ന്യൂട്ടണും കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? രണ്ടിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് കണ്ടുപിടിച്ചു. ഇനി ഇതേ ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നമ്മൾ ഇത്ര 2-3 മിനിറ്റ് എടുത്ത് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ആ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് എന്ത് ടൈപ്പാണ്? പുള്ളിങ് ടൈപ്പ് അല്ലേ? അപ്പോൾ ടെൻഷൻ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ T2 ആണ് കണ്ടെങ്കിൽ എന്താ അവിടുത്തെ ഇക്വേഷൻ? പുള്ളിങ് ടൈപ്പ് ആകുമ്പോൾ ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ ഇക്വേഷനല്ലേ നമ്മൾ പഠിച്ചേ? അതെ. ഇവിടെ ഫോഴ്സ് എത്രയാ? 120 ഇൻറ്റു മാസ് ബിഹൈൻഡ് എത്രയാ? T2ലാകുമ്പോൾ ഇവിടുത്തെ T2 മാസ് ബിഹൈൻഡ് അപ്പം M2 M1 ഉള്ള 2 + 4 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 6 + 6 12. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 ഇൻറ്റു 6 ഈക്വൽ ടു 16 ന്യൂട്ടൺ എന്ന് കിട്ടി. T2 16 ന്യൂട്ടൺ കിട്ടിയില്ലേടാ? കിട്ടി. അതുപോലെ T1 ചെയ്ത് നോക്കുക. T1 ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ്, ഇതല്ലേ T1 മാസ് ബിഹൈൻഡ് ആകുമ്പോൾ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആകുമ്പോൾ 12. ഫോഴ്സ് എത്രയാ? 120 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 12. ഈ 12 വെട്ടി 10 ഇൻറ്റു 2 ഈക്വൽ ടു 20 ന്യൂട്ടൺ കിട്ടിയതുണ്ടോ? T1 T2 നമുക്ക് ഈ മെത്തേഡ് വഴി ചെയ്ത് പെട്ടെന്ന് എടുക്കാം. പിന്നെ എന്താ ആക്ച്വൽ മെത്തേഡ് എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question. 3 blocks A, B and C of masses 4 kg, 2 kg, 1 kg respectively are in contact on a frictionless surface as shown. If a force of 40 Newton is applied on the 4 kg block, ഈ ബ്ലോക്കിൽ 40 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. Then the contact force between A and B. ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. ഈ എയും ബിയും തമ്മിലുള്ള പറയുമ്പോൾ ഇവിടുത്തെ ടെൻഷനാണ് വേണ്ടത് അല്ലേ? ഇത് എന്ത് ടൈപ്പാണ്? പുഷിംഗ് ടൈപ്പാണ്. സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മാസ് എ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഫോഴ്സ് എത്രയാ? 14 ഇൻറ്റു മാസ് എ ഹെഡ് ആകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാസ് എത്രയാണ്? 2 + 1 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? 4 + 2 6 6 + 1 7 ഈസ് ഈക്വൽ ടു 14 7 ക്യാൻസൽ 2 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 blocks of masses M, 3m and 5m are connected by a massless strings and pulled by a force F on a frictionless surface as shown in the figure below. The tension P in the first string is 16 Newton. ഇവിടുത്തെ ടെൻഷൻ എത്രയാണ്? 16 ന്യൂട്ടൺ ആണ് ആദ്യത്തെ സ്ട്രിങ്ങിൽ. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? ഫോഴ്സ് മാറ്റി, അതായത് പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. ആപ്ലിക്കേഷൻ പൊസിഷൻ ചേഞ്ച് ചെയ്തു. എങ്കിൽ P' Q' കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കാമല്ലോ. അതേ ഫോഴ്സ് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എന്ത് ടൈപ്പാണ്? ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ പുള്ളിങ് ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ടെൻഷനാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് T ഈസ് ഈക്വൽ ടു
ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചാണെങ്കിൽ പുള്ളിങ് ആണ്. അപ്പോൾ ടെൻഷൻ അറ്റ് പി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ ഇക്വേഷനിൽ ഇടുമ്പോൾ എങ്ങനെ കിട്ടും? ടി പി നമുക്കറിയാം 16 ന്യൂട്ടൺ ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് എത്രയാ? ഇതിൻ്റെ പിന്നിലുള്ളത് എത്രയൊക്കെയാ? 3ഉം 5ഉം അല്ലേ? സോ 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? 3 + 5 + 1 എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 9 mm, ഇത് 8 mm. ഇത് ക്യാൻസൽ ആയാൽ F ഈസ് ഈക്വൽ ടു 16 × 9 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. 8ഉം 16ഉം ഇത് ചെയ്യുമ്പോൾ 2 കിട്ടും. 2 × 9 ഈസ് ഈക്വൽ ടു 18 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? 18 ന്യൂട്ടൺ ആണെന്ന് മനസ്സിലായി. ഇത് 18 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇത് എത്രയാണ്? 18 ന്യൂട്ടൺ ആണ്. ഇനി ഇവിടുന്ന് P' Q' കണ്ടുപിടിച്ചാൽ മതി. P' കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? P' ഈസ് ഈക്വൽ ടു, അതായത് ടെൻഷൻ അറ്റ് P' ഈസ് ഈക്വൽ ടു പുള്ളിങ് ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു മാസ് ബിഹൈൻഡ് P' പിറകിലുള്ള മാസ് എത്രയാ? M ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ? M + 3M + 5 9. M ക്യാൻസൽ ആയാൽ F/9 എന്നിട്ട് F 18 ആണ്. 18/9 ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ P' ഇത് എത്രയാ? 2 ന്യൂട്ടൺ ആണ്. ഇനി Q' കണ്ടുപിടിക്കാം. TQ' ഈസ് ഈക്വൽ ടു F ഇൻറ്റു ഇവിടെ നിന്നുള്ള മാസ് ബിഹൈൻഡ് ആകുമ്പോൾ 3ഉം ഉണ്ട് M ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4M ഡിവൈഡഡ് ബൈ 9M എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 18 × 4 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും. 18 4 വിട്ട് 2 കിട്ടും. 2 × 4 ഈസ് ഈക്വൽ ടു 8 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എത്രയാ? 8 ന്യൂട്ടനും 2 ന്യൂട്ടനും ആണ്. P' 8 ന്യൂട്ടനും Q' എത്രയാണ്? 8. P' 2 ന്യൂട്ടനും Q' 8 ന്യൂട്ടനും ആണ് അല്ലേ? ഇതിൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാട്ടോ. 2 ന്യൂട്ടൺ 8 ന്യൂട്ടൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. കറക്റ്റ് ആണോടാ? അല്ല, അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കൈൻഡിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. അതും തെറ്റാ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. അത് തെറ്റല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ് ദ സർഫസ് ഇൻ കോണ്ടാക്ട്. ഇനി ഓപ്ഷൻ ഡി നോക്ക്. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത് കറക്റ്റ് അല്ലേ? മ്യൂക്ക് എപ്പോഴും എന്തായിരിക്കും? മ്യൂസിനേക്കാളും ചെറുതായിരിക്കും. മ്യൂക്ക് ഈസ് ലെസ് ദാൻ മ്യൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോക്സ് ഓഫ് മാസ് 2 kg ഈസ് പ്ലേസ്ഡ് ഓൺ ദി റൂഫ് ഓഫ് എ കാർ. The box would remain stationary until the car attains a maximum acceleration. Coefficient of static friction between the box and the roof of the car is 0.2 and g is equal to 10 m/s². The maximum acceleration of the car for the box to remain stationary is. അപ്പോൾ maximum acceleration equation എന്താ? a is equal to μs into g എന്ന് കിട്ടും. μs എത്രയാണ് ഇവിടെ? 0.2. 0.2 into g എത്രയാണ്? 10. 0.2 into 10 is equal to 2 m/s² എന്നിട്ട് ആക്സിലറേഷൻ്റെ വാല്യൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block of mass 10 kg is suspended by 3 strings as shown in the figure. 3 സ്ട്രിങ് ഉണ്ട്. അത് എന്ത് ചെയ്തിരിക്കുന്നു? ഇത് 10 kg മാസ് ഉള്ള ഒരു ബ്ലോക്കിനെ എന്ത് ചെയ്തിരിക്കുന്നു? സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. The tension T2 is, ഈ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ബാലൻസ് ചെയ്ത് വരച്ചു കൊടുത്താൽ, ഫോഴ്സിൻ്റെ ബാലൻസ് ചെയ്ത് വരച്ചു കൊടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സാണ്, ഇങ്ങോട്ട് വെർട്ടിക്കൽ ഫോഴ്സ് ഒക്കെ കാണും അല്ലേ? ഇനി ഇങ്ങോട്ടുള്ളത് ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 30 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എത്രയായിരിക്കും? T3 cos 30 ആയിരിക്കും. ഇങ്ങോട്ടുള്ളതോ T2 cos 60 ആയിരിക്കും അല്ലേ? മുകളിലോട്ടുള്ളതോ ഇവിടുത്തെ എത്രയായിരിക്കും? T3 sin 30 ഉണ്ടാവും. ഇവിടുത്തെ എന്തുണ്ടാവും? ഒരു T2 cos 60, T2 sin 60 ഉണ്ടാവില്ലേ? ഇത് മൂന്നും വെർട്ടിക്കൽ ഡയറക്ഷനിലും കാണും. ഇവിടുന്ന് താഴോട്ട് എന്തുണ്ട്? T1 അല്ല mg ഉണ്ട്. 10 × 10 ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ താഴോട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കിനി ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും? T2 cos 60 ഈസ് ഈക്വൽ ടു T3 cos 30 എന്ന് കിട്ടും അല്ലേ? T2 × 1/2 ഈസ് ഈക്വൽ ടു T3 × cos 30 എത്രയാ? √3/2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? T2 ഈസ് ഈക്വൽ ടു √3 × T3 എന്ന് കിട്ടും. കിട്ടിയില്ലേ? കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തെ വെർട്ടിക്കൽ ഫോഴ്സസിനെ തമ്മിൽ ഇത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. വെർട്ടിക്കൽ അവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തിട്ട്? മുകളിലോട്ട് എന്തൊക്കെയുണ്ട്? T2 sin 60 ഉണ്ട് പ്ലസ് T3 sin 30 ഉണ്ട്.
ഈസ് ഈക്വൽ ടു താഴോട്ട് എന്തൊക്കെയുണ്ട് T1 ഉണ്ട് പ്ലസ് 10 × 10 100 ന്യൂട്ടൺ വെയിറ്റും ഉണ്ട് അല്ലേ. അതെ T2 × സൈൻ 60 ആകുമ്പോൾ √3/2 പ്ലസ് T3 × 1/2 ഈസ് ഈക്വൽ ടു T1 എത്ര കിട്ടും T1 100 ന്യൂട്ടൺ തന്നെ T1 താഴോട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ T1 എഴുതണ്ട കേട്ടോ, ഇവിടെ 100 എന്ന് എഴുതാം. T1 തന്നെ താഴോട്ടുള്ളത് അത് T1 = 100 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഈസ് ഈക്വൽ ടു √3 T2 / 2 പ്ലസ് T3 / 2 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് T2 കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് എന്ത് ചെയ്യാം, T3ക്ക് പകരം T2/√3 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ √3 T2 / 2 പ്ലസ് T3ക്ക് വരെ എന്തിട്ട് കൊടുക്കാം, ഇവിടുന്ന് T2/√3 എന്നൊരു ഇക്വേഷൻ കിട്ടൂലേ, അതിട്ട് കൊടുക്കാം. T2 / 2√3 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ രണ്ടിടത്തൊരു 2 ഇവിടെ രണ്ടിടത്തൊരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3T2/2√3 പ്ലസ് T2/2√3 ഈസ് ഈക്വൽ ടു 100 ഈസ് ഈക്വൽ ടു 3T2 പ്ലസ് T2 എത്രയാണ് 4T2 ഈസ് ഈക്വൽ ടു 100 × 2√3 200√3 എന്ന് കിട്ടും. ഈ 200ഉം 4ഉം വെട്ടി ഇവിടെ എത്ര കിട്ടും, 100ഉം 2ഉം കിട്ടും. പിന്നെ വെട്ടി ഇവിടെ 50 കിട്ടും. T2 ഈസ് ഈക്വൽ ടു 15√3 എന്ന് കിട്ടി. സോ നമുക്ക് കണ്ടുപിടിച്ച ടെൻഷൻ T2 എത്രയെന്ന് കിട്ടിയിടാ 15√3 ന്യൂട്ടൺ എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ. ഇവിടെ T1 തന്നെയാണ് എന്ത് 100 ന്യൂട്ടൺ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് രണ്ടാമതൊന്നും കൂടെ ഇടാതിരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A force F is applied on block A as shown in the figure. The contact force between the blocks A and B and between blocks B and C respectively. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കണം, ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കണം. ഇത് T1ഉം ഇത് T2 കൊടുക്കണം. അപ്പോൾ T1ഉം T2 എത്രയെന്നാ ക്വസ്റ്റ്യൻ. നമുക്കിത് പറയേണ്ടത് പുഷിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ, പുഷ് ചെയ്യാം. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു പുഷിംഗ് ടൈപ്പ് ആകുമ്പോൾ ഫോഴ്സ് ഇൻറ്റു മാസ് എഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ എഴുതുമ്പോൾ F ഇൻറ്റു മാസ് എഹെഡ് എത്രയുണ്ട് 2m 4m 6m ഡിവൈഡഡ് ബൈ m പ്ലസ് 2m പ്ലസ് 4m എത്ര കിട്ടും 7m എന്ന് കിട്ടും. ഇതും ക്യാൻസലായ 6F/7 എന്ന് കിട്ടും. T1 കിട്ടിയില്ലേ, കിട്ടി. T2 എഴുതുമ്പോഴോ T2 ഈസ് ഈക്വൽ ടു F ഇൻറ്റു മാസ് എഹെഡ് അവിടെ എത്രയാണ് 4m ആണ് 4m ഡിവൈഡഡ് ബൈ 7m എന്ന് കിട്ടും. m ക്യാൻസലായ 4F/7 എന്ന് കിട്ടും. സോ നമുക്ക് T1 6F/7 എന്നും T2 4F/7 എന്ന് കിട്ടി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A monkey of mass 20 kg is holding a vertical rope. The rope will not break when a mass of 25 kg is suspended from it, but will break if the mass exceeds 25 kg. 25 kg കൂടെ എന്ത് ചെയ്യും, ആ റോപ്പ് ബ്രേക്ക് ചെയ്യും. What is the maximum acceleration with which the monkey can climb up along the rope? അപ്പോൾ നമ്മൾ ക്ലൈംബ് അപ്പ് അല്ലേ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ, T is equal to m into G plus A. ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടെൻഷൻ എത്ര 25 kg ഉണ്ടാകുമ്പോഴുള്ള ടെൻഷൻ. അപ്പോൾ 25 × 10 G നമുക്ക് 10 ആയിട്ട് എടുത്താൽ 25 × 10 എത്ര കിട്ടും 215 എന്ന് കിട്ടും. സോ 250 ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ് 20 × G എത്രയാണ് 10 എടുക്കാം പ്ലസ് A. ഈ A അല്ലേ നമുക്ക് വേണ്ടത്. 250 ഈസ് ഈക്വൽ ടു 20 × 10 പ്ലസ് A. ഈ 0 ക്യാൻസലായ 25/2 ഈസ് ഈക്വൽ ടു 10 പ്ലസ് A എന്ന് കിട്ടും. 25/2 എത്രയാണ് 12.5 ഈസ് ഈക്വൽ ടു 10 പ്ലസ് A. Therefore A ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി 2.5 m/s² എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ. ഓക്കെ ഇവിടെ ഇനി തിരിച്ച് ക്ലൈം ഡൗൺ എന്നായിരുന്നെങ്കിലോ m × G - A ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തേ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A body of mass 10 kg is moving with an initial speed of 20 m/s. The body stops after 5 seconds due to friction between body and the floor. The value of the coefficient of friction is. അപ്പോൾ നമുക്ക് എന്താ G തന്നിട്ടുണ്ട്, നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, V = U + AT ഇക്വേഷൻ ഇടാം. അവിടെ V എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നിട്ടുണ്ട്, അപ്പോൾ V 0 ആണ്, U എത്രയാണ് 20 ആണ്, പ്ലസ് A എന്താവും A = നമ്മൾ പഠിച്ചിട്ടുണ്ട് μk × G ആണ്. ഇത് ഡീസിലറേഷൻ ആയതുകൊണ്ട് നമുക്ക് മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ് μk × 10 × T എത്രയാണ് 5. Therefore നമുക്ക് എങ്ങനെ 20 ഈസ് ഈക്വൽ ടു μk × 15 എന്ന് എഴുതാം. 0 ക്യാൻസലായ μk ഈസ് ഈക്വൽ ടു 2/5 എന്നിട്ട് ഈസ് ഈക്വൽ ടു എത്രയെന്ന് ഇട്ടാൽ 0.4 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
A conveyor belt is moving at a constant speed of 2 meters per second. A box is gently dropped on it. The coefficient of friction between them is 0.5. The distance that the box will move relative to belt before coming to rest on it. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ്ക്വൽ ടു എസ്. നമ്മൾ എന്തെല്ലാം പഠിച്ച സ്ട്രേറ്റ് ലൈനിൽ പഠിച്ച ഇക്വേഷൻ. ഇവിടെ വി എന്താ 0 ആണ്. അപ്പോൾ യു സ്ക്വയർ ഇസ്ക്വൽ ടു 2as എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് പറയാം, എസ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2. ഈ ഇക്വേഷനെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് എന്തോ കാണേണ്ട, എസ് തന്നെയാണ് കാണേണ്ടത്. എസ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്ക് വരെ എന്തിട്ട് കൊടുക്കാം, മ്യൂ കെ ഇൻറ്റു ജി എന്നിട്ട് കൊടുക്കാം. യു എത്രയുടെ ഇവിടെ 2 സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.5 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു ഇത് എത്രയാവും 2 വരും. 2 ഡിവൈഡഡ് ബൈ 0.5ന് നമുക്ക് എങ്ങനെ എഴുതാം, 5/10 എന്ന് എഴുതാം. 5/10 ഇൻറ്റു 10. ഈ 10 10 ക്യാൻസലായി 2/5 എന്ന് കിട്ടും. ഈസിക്കൽ ടു എത്ര എന്ന് കിട്ടും, 0.4 മീറ്റർ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block of mass 5 kg is placed at rest on a table of rough surface. Now if a force of 30 Newton is applied in the direction parallel to surface of the table, the block slides through a distance of 50 meter in an interval of time of 10 seconds. Coefficient of kinetic friction is. ഒരു റഫ് സർഫസ് ആണ്, അവിടെ എന്തുണ്ടടാ, ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ മാസ് എത്രയാണ്, 5 കിലോഗ്രാം ആണ്. ഇനി ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്, 30 ന്യൂട്ടൺ ഫോഴ്സാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ 30 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇത് എന്ത് ചെയ്തു, അപ്ലൈഡ് ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു സർഫസ് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഞാൻ ഈ സർഫസിന് പാരലായിട്ട് 30 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അതായത് ഇത് എന്ത് ഇങ്ങനെ പുള്ള് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 30 ന്യൂട്ടൺ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങോട്ട് നീങ്ങി, 50 മീറ്റർ നീങ്ങി. 50 മീറ്റർ നീങ്ങി എത്ര സെക്കൻഡിൽ, 10 സെക്കൻഡിൽ നീങ്ങി. ഇപ്പോൾ കറൻ്റ് ഈ ബ്ലോക്ക് ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ എത്രയാണ് കൊടുത്തത്, 30 ന്യൂട്ടനാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങോട്ട് 30 ന്യൂട്ടൺ കൊടുത്ത്, ഇങ്ങോട്ട് എന്ത് 30 ന്യൂട്ടനാണ് കൊടുത്തത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ, പുള്ളിംഗ് ഫോഴ്സ് മൈനസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ഇവിടെ പുള്ളിംഗ് ഫോഴ്സ് എത്ര ഫോഴ്സ് ഞാൻ കൊടുത്തത്, 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ തന്നെയാണ് പുള്ളിംഗ് ഫോഴ്സ്. ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു 30 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഇതൊരു റഫ് സർഫസ് ആയതുകൊണ്ട് ഈ 5 കിലോഗ്രാം ബ്ലോക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ടൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കും. അതല്ലേ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. അത് എത്രയായിരിക്കും, മ്യൂ കെ ഇൻറ്റു എം ജി ആയിരിക്കും. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്താൽ മ്യൂ കെ ഇൻറ്റു എം എത്രയാ, 5 ഇൻറ്റു ജി എത്രയാ, 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എത്രയാ, 5. അപ്പോൾ ഇതെങ്ങനെ കിട്ടും, 30 മൈനസ് 15 മ്യൂ കെ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഇത് ആക്സിലറേഷൻ ആണ്. കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് നീങ്ങി. അപ്പം നമുക്ക് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ ഇട്ട് കൊടുത്താൽ എസ് എത്രയാണ്, 15 ആണ്. യു 0 ആണ്, കാരണം എന്താ റെസ്റ്റിലായിരുന്നു. അപ്പോൾ യു ടി 0 ആയി. പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്തുവാണ്, എ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചത്, 30 മൈനസ് 50 മ്യൂ കെ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ടി എത്രയാണ്, 10 സെക്കൻഡ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ 15 100 വെട്ടി ഇവിടെ 2 കിട്ടും. ഇനി നമുക്ക് ഈ 2 2 വെട്ടിക്കളയാം. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു 30 മൈനസ് 50 മ്യൂ കെ എന്ന് കിട്ടും അല്ലേ? ഇവിടെ നിന്ന് ഈ 13 ഇനി ഇപ്പുറത്ത് വന്നാൽ എന്ത് കിട്ടും, 50 മ്യൂ കെ ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. മ്യൂ കെ ഈസ് ഈക്വൽ ടു 25 ഡിവൈഡ് ബൈ 15 അല്ലെങ്കിൽ എത്ര കിട്ടും, 1/2 അല്ലെങ്കിൽ 0.5 എന്ന് കിട്ടും. സോ ദി കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് 0.50. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഓക്കെ. ഈ സിസ്റ്റം ഓഫ് 2 ബ്ലോക്സ് ഓഫ് masses m is equal to 2 kg and m is equal to 8 kg is placed on a smooth table as shown in figure. The coefficient of static friction between 2 blocks is 0.5. The maximum horizontal force that can be applied to the block of mass m so that the blocks move together will be. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ എ മാക്സ് കണ്ടുപിടിക്കാം. ഈ ഇത് എത്രയാണ്, 2 കിലോഗ്രാം, 8 കിലോഗ്രാം ആണ്, ഇത് 2 കിലോഗ്രാം ആണ്. അപ്പോൾ ഈ 2 കിലോഗ്രാമിൻ്റെ എ മാക്സ് കണ്ടുപിടിക്കാം. എ മാക്സ് ഈസിക്കൽ ടു എന്താ, മ്യൂ ജി ആണ്. മ്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 0.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തത് 0.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.5 ഇൻറ്റു ജി നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം, 9.8 ഇട്ട് കൊടുക്കാം. ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടും, 4.9 എന്ന് കിട്ടും. എ മാക്സ് 4.9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. The maximum horizontal force that can be applied to the block of mass m so that the block moves together. അപ്പോൾ മൊത്തത്തിൽ കൊടുക്കുക, 2 ബ്ലോക്ക് കൂടെ ഒരുമിച്ച് പോകാനും കൊടുക്കുന്ന ഈ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു
എം പ്ലസ് എം 2 മാസത്തോടെയും കൂട്ടി ഇൻറ്റു ഈ എ മാക്സ് എന്താവും രണ്ടിനും കോമൺ ആയിട്ട് മാറും. എ മാക്സ് ഈസിക്കൽ ടു എത്രയും കിട്ടും എം എത്ര 8 പ്ലസ് 2 ദ ഹോൾ ഇൻറ്റു എ മാക്സ് എത്രയാണ് 4.9 10 ഇൻറ്റു 4.9 ഈസിക്കൽ ടു 49 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two blocks A and B of masses MA is equal to 1 kg and MB is equal to 3 kg are kept on the table as shown in the figure. The coefficient of friction between A and B is 0.2 and between B and the surface of table is also 0.2. ഇവിടെയും 0.2 ആണ്, ഇവിടെയും 0.2 ആണ്. The maximum force F that can be applied on B horizontally so that the block A does not slide over the block B is. സ്ലൈഡ് ചെയ്യരുതെന്ന് പറയുന്നത് എന്താ? ഈ രണ്ട് ബ്ലോക്ക് ഒരുമിച്ച് പോകാൻ കൊടുക്കേണ്ട മാക്സിമം ഫോഴ്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ മാക്സ് കണ്ടുപിടിക്കാം. എ മാക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ എയുടെ എ മാക്സ് കണ്ടുപിടിക്കുമ്പോൾ 0.2 ഇൻറ്റു മ്യൂ ജി ആണ്. 0.2 ഇൻറ്റു 10 ഈസിക്കൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിട്ട് എ മാക്സ്. ഇനി ഇത് രണ്ടും എന്ത് ചെയ്യുക? ഒരുമിച്ച് പോവുകയാണ്. ഒരുമിച്ച് പോകുന്നുണ്ട് ഇത് ഒറ്റ ഇതായിട്ട് എടുക്കാം. രണ്ടിൻ്റെ മാസോട് ചേർത്ത് എയും ബിയും കൂടി ചെയ്യുമ്പോൾ 4 കിലോഗ്രാം. ഈ ഒരു 4 കിലോ ഒറ്റ ഇതായിട്ട് എടുക്കണം. ഇതെന്തോ ഒരുമിച്ച് പോവുകയാണ്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്തുണ്ടാവും? ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ആ ഒപ്പോസിങ് ഫോഴ്സ് എന്തായിരിക്കും? മ്യൂ കെ എം ജി ആയിരിക്കും അല്ലേ? അതെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എഴുതിയാൽ എങ്ങനെ എഴുതാം? എഫ് മൈനസ് മ്യൂ കെ എം ജി ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ഇത് തമ്മിലുള്ള ഫോഴ്സ്, അതായത് ഇങ്ങോട്ടൊരു എഫ് ഉണ്ട്, ഓപ്പോസിങ് ഫോഴ്സ് മ്യൂ കെ എം ജി ഉണ്ട്. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? എം എക്ക് ഈക്വൽ ആയിരിക്കും അല്ലേടാ? അതെ. ഇനി എഫ് എത്രയാണ്? എഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് മൈനസ് മ്യൂ കെ എത്രയാണ്? 0.2 ഇൻറ്റു മാസ് എത്രയാണ്? 4 ഇൻറ്റു ജി എത്രയാണ്? 10 ഈസിക്കൽ ടു എം എത്രയാണ്? 4 ഇൻറ്റു എ എത്രയാണ്? ആക്സിലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2. എഫ് മൈനസ് 0.8 ഇൻറ്റു 10 എന്ന് കിട്ടും. എത്ര കിട്ടും? 8 എന്ന് കിട്ടും. എഫ് മൈനസ് 8 ഈസിക്കൽ ടു 8 എന്ന് കിട്ടും. എഫ് ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടും? 16 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, 16 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block A of mass m1 rests on a horizontal table. A light string connected to it passes over a frictionless pulley at the edge of a table, and from its other end, another block B of mass m2 is suspended. The coefficient of kinetic friction between the block and the table is mu k. When the block A is sliding on the table, the tension in the string is. അപ്പോൾ എന്തുണ്ട്? ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ബ്ലോക്ക് എ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാസ് m1 ആണ്. അത് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ലൈറ്റ് സ്ട്രിങ് കണക്ട് ചെയ്തു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ബ്ലോക്ക് ബി m2 മാസമുള്ള ബി ബ്ലോക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ള? ബിറ്റ്വീൻ ദി ബ്ലോക്ക് ആൻഡ് ടേബിൾസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എത്രയാണ്? മ്യൂ കെ ആണ്. ഇവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് മ്യൂ കെ. വെൻ ദി ബ്ലോക്ക് ഇനി ഈ എ എന്തോ സ്ലൈഡ് ചെയ്ത് നീങ്ങി ഇങ്ങോട്ട് വരുവാണ്. നീങ്ങി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കൂടുതലാണ്, ഇങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് അല്ലേ? ആക്സിലറേഷൻ താഴോട്ടാണെന്നാണ്. എങ്കിൽ നമുക്ക് എന്താ കാണേണ്ടത്? ടെൻഷൻ ഇൻ ദി സ്ട്രിങ് ആണ് കാണേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടെൻഷൻ കാണും. ആ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇത് പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഇവിടെ 0 ആയനെ. അങ്ങനെ നമ്മൾ എടുത്തേനെ. നമുക്കിവിടെ ടെൻഷൻ ഉണ്ട്, അതുപോലെ ഫ്രിക്ഷനും ഉണ്ട്. ഫ്രിക്ഷൻ ഉള്ള കേസിൽ എന്ത് കിട്ടുമെന്ന് നമ്മുടെ ചോദ്യം. ആദ്യം നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എന്താ? പുള്ളിങ് ഫോഴ്സ് മൈനസ് ഒപ്പോസിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. പുള്ളി എന്ന ഫോഴ്സ് എന്താ ഇവിടെ താഴോട്ടുള്ളത്? എം ജി ആണ് അല്ലേ? ഇതിങ്ങോട്ട് പോയാൽ എം ജി ആണ് പുള്ളി ചെയ്യുന്ന ഫോഴ്സ്. m2g അല്ലേ? m2g മൈനസ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഇവിടെ m1 ഉണ്ട്. അപ്പോൾ ഫോഴ്സ് എഴുതുമ്പോൾ എങ്ങനെ വരും? മ്യൂ കെ m1g എന്ന് വരും. മ്യൂ കെ m1g അതാണ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്തുവാ? m1 പ്ലസ് m2 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് ടെൻഷൻ എഴുതാമല്ലോ. ടെൻഷൻ കണ്ടുപിടിക്കുക എന്ത് ചെയ്യും? ടെൻഷൻ ഈസിക്കൽ ടു താഴോട്ടാണ്. അപ്പോൾ m ഇൻറ്റു ജി മൈനസ് എ ആണ്. ഈസിക്കൽ ടു എം എന്ത് ഇവിടെ? m2 ആണ്. അപ്പോൾ m2 ഇൻറ്റു ജി മൈനസ് എക്ക് എന്തിട്ട് കൊടുക്കാം? m2g മൈനസ് മ്യൂ കെ m1g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, m2 ഇൻറ്റു ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ക്രോസ് ചെയ്യാം. m1g പ്ലസ് m2g മൈനസ് m2g പ്ലസ് മ്യൂ കെ m1g എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഒരു m2gയും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ലാസ്റ്റ് എങ്ങനെ ഇട്ടുവിടാം? m2 ഇൻറ്റു ഇവിടെ m1 കോമൺ എടുക്കാം. m1g കോമൺ എടുക്കാം. അപ്പോൾ അകത്ത് എന്ത് വരും? 1 പ്ലസ് മ്യൂ കെ എന്ന് വരും. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടെൻഷൻ ഈസ് ഈക്വൽ ടു m1 m2g ബൈ m1 പ്ലസ് m2 ഇൻറ്റു 1 പ്ലസ് മ്യൂ കെ
എന്ന് വന്നില്ലേ? സോ ടെൻഷൻ ഈസ് ഈക്വൽ ടു m1 m2 g into 1 plus mu k divided by m1 plus z2. ഏത് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള ടെൻഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? m1 m2 g ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആയിരുന്നു. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ. ഫ്രിക്ഷൻ ഇവിടെ വന്നപ്പോൾ എന്ത് വന്നു? 1 പ്ലസ് mu k വന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നിന്ന് നമുക്ക് ഇത്ര സ്റ്റെപ്പ് എഴുതണം. ജസ്റ്റ് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ബൈ ഹെർട്ട് ചെയ്ത് വയ്ക്കാം. ഫ്രിക്ഷൻ ഉള്ളപ്പം ഇല്ലാത്തപ്പോൾ ഇത് ഫ്രിക്ഷൻ ഉള്ളപ്പോൾ എന്ത് വരും? മറ്റു ഫ്രിക്ഷൻ ഇല്ലാത്തതിൻ്റെ കൂടെ ഒരു 1 പ്ലസ് mu k കൂടെ വരും. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ t ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? m1 m2 g ബൈ m1 പ്ലസ് m2. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A system consists of three masses m1, m2 and m3 connected by a string passing over a pulley P. The mass m1 hangs freely and m2 and m3 are on a rough horizontal table. The pulley is frictionless and of negligible mass. The downward acceleration of mass m1 is. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ട. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? പുള്ളിംഗ് ഫോഴ്സ് മൈനസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇവിടെ ആരാ പുള്ളിന്ന്? താഴോട്ടല്ലേ പുള്ളിന്ന്? അപ്പോൾ പുള്ളിംഗ് ഫോഴ്സ് എന്തുവാ? m1 ഇൻറ്റു ജി മൈനസ് ഒപ്പോസിംഗ് ഫോഴ്സ് ആരൊക്കെ കൊടുക്കുന്നത്? ഇവിടുത്തെ ഒരു mu k ഉണ്ട്, ഇവിടെ ഒരു mu ഉണ്ട് അല്ലേ? രണ്ടും എന്താ? സെയിം, mu. അപ്പോൾ ഇവിടുത്തെ mu ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? മാസ് എത്ര കിട്ടും? m2 പ്ലസ് m3 ഇൻറ്റു ജി എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്താ? m1 പ്ലസ് m2 പ്ലസ് m3. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് m1 m2 m3 എന്തായിട്ട് എടുക്കാൻ? m ആയിട്ട് എടുക്കാൻ. അപ്പം നമുക്ക് mg മൈനസ് mu ഇൻറ്റു 2m ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 3m എന്ന് കിട്ടും. m എല്ലായിടത്തു നിന്നും ക്യാൻസലായി പോയാൽ നമുക്ക് എങ്ങനെ കിട്ടും? g/3 ജി കോമൺ എടുക്കാം. അപ്പോൾ g/3 ഇൻറ്റു 1 മൈനസ് 2mu എന്ന് കിട്ടും ആക്സിലറേഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോടാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A block of mass 40 kg slides over a surface. When a mass of 4 kg is suspended through an inextensible massless string passing over frictionless pulley as shown below, the coefficient of kinetic friction between the surface and block is 0.02. The acceleration of the block is. Acceleration കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? പുള്ളിംഗ് ഫോഴ്സ് മൈനസ് ഒപ്പോസിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. പുള്ളി എന്ന ഫോഴ്സ് എന്താ? 4 ഇൻറ്റു ജി മൈനസ് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത്? ഇവിടെ ഇത് എത്രയാണ്? 0.02. അപ്പോൾ mu എന്ത്? 0.02 ഇൻറ്റു mu k 0.02 ഇൻറ്റു m എത്രയാണ്? 14 ഇൻറ്റു ജി എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ 14 പ്ലസ് 4 എത്ര കിട്ടും? 44 എന്ന് കിട്ടും. 4 ഇൻറ്റു ജി എത്രയാണ്? 40 മൈനസ് ഈ 0.02 ഈ രണ്ട് സീറോയും ക്യാൻസലായി പോയാൽ 2 ഇൻറ്റു 4 കിട്ടും 8 ഡിവൈഡഡ് ബൈ 44 എന്ന് കിട്ടും. ഈസിക്കൽ ടു 32/44 ഈസിക്കൽ ടു 8/11 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two masses m1 is equal to 5 kg and m2 is equal to 10 kg connected by an inextensible string over a frictionless pulley are moving as shown in the figure. The coefficient of friction of horizontal surface is 0.15. The minimum weight m that should be put on top of m2 to stop the motion is. അപ്പോൾ മോഷൻ സ്റ്റോപ്പ് ആവണമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കണ്ടീഷൻ? അവിടുത്തെ പുള്ളിംഗ് ഫോഴ്സ് ഒപ്പോസിംഗ് ഫോഴ്സിന് ഈക്വൽ ആവണം. രണ്ട് ഫോഴ്സ് ഈക്വൽ ആയി എന്ത്? മോഷൻ നടക്കത്തില്ല. മോഷൻ അവിടെ എന്താവും? സ്റ്റോപ്പ് ആവും. അപ്പോൾ പറയും ഇവിടുത്തെ പുള്ളിംഗ് ഫോഴ്സ് എന്താ? താഴോട്ടുള്ളത് m1g ആണ്. ഈസിക്കൽ ടു ഒപ്പോസ് ചെയ്യുന്ന എന്ത്? ഈ എമ്മും m2 കൂടെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? അപ്പോൾ mu k ഇൻറ്റു m പ്ലസ് m2 ഇൻറ്റു ജി എന്ന് എഴുതാമല്ലോ. എഴുതാം. ഈ m നമുക്ക് കണ്ടുപിടിക്കേണ്ട. m1 ഇൻറ്റു m1 എത്ര തന്നിട്ടുണ്ട്? m1 ഈസിക്കൽ ടു 5. അപ്പോൾ 5 ഇൻറ്റു ജി എത്രയാണ്? 10. 5 ഇൻറ്റു 10 ഈസിക്കൽ ടു mu k എത്രയാണ്? 0.15 ഇൻറ്റു m പ്ലസ് m2 എത്രയാണ്? 10 ഇൻറ്റു 10 എന്ന് കിട്ടും. ഈ 10 ക്യാൻസൽ ആയാൽ 5 ഡിവൈഡഡ് ബൈ 0.15 ഈസിക്കൽ ടു m പ്ലസ് 10 എന്ന് കിട്ടും. 5 ഡിവൈഡ് ബൈ 0.15 എത്ര കിട്ടും? 500 ഡിവൈഡ് ബൈ 15 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100/3 എന്ന് കിട്ടും. 33.3 എന്ന് കിട്ടും. അപ്പോൾ 33.3 ഈസിക്കൽ ടു m പ്ലസ് 10 എന്ന് കിട്ടും. ദെയർഫോർ m ഈസിക്കൽ ടു എത്രയാണ്? 23.3 കിലോഗ്രാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്ന? ഒരു മോഷൻ സ്റ്റോപ്പ് ആവണമെങ്കിൽ പുള്ളിംഗ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ഒപ്പോസിംഗ് ഫോഴ്സിന് ഈക്വൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the radii of circular path of two particles of same mass are in the ratio 6:8. അപ്പോൾ r1 is to r2 എത്രയാണ്? 6:8 ആണ്.
Then what will be the velocity ratio if they have a constant centripetal force? Velocity equation the v is equal to mu root of mu rg. v1 by v2 is equal to എന്തെന്ന് പറയാം root of r1 by r2. r1 by r2 നമുക്ക് എത്രയും തന്നിട്ടുണ്ട് 6:8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ root of 6:8 is equal to root 6:8 എന്ന് പറയുമ്പോൾ നമുക്കിത് വെട്ടിക്കളഞ്ഞാൽ എങ്ങനെ എഴുതാം root 3 divided by 4 എന്ന് എഴുതാം. അതായത് root 3:2 എന്ന് കിട്ടും. So the answer is option D. Okay അല്ലേ? Okay. Next question. A car is negotiating a curved rod of radius r. The rod is blanked at an angle theta. The coefficient of friction between the tires of the car and the rod is mu s. The maximum safe velocity on this rod is നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാ ഡയറക്റ്റ് ഇക്വേഷൻ root of gr into mu s plus tan theta 1 divided by 1 minus mu s tan theta. Option B is the right answer. Okay അല്ലേ? Okay. Two blocks A and B of masses 3m and m respectively are connected by a massless and inextensible string. The whole system is suspended by a massless spring as shown in figure. The magnitudes of acceleration of A and B immediately after the string is cut are respectively. Spring cut ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ബിഫോർ സ്പ്രിംഗ് കട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ എഴുതിയാൽ ഇവിടെ ഇങ്ങോട്ട് എന്തുണ്ട് കെ എക്സ് ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്, താഴോട്ട് ടെൻഷൻ ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3mg ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു mg ഉണ്ട്. എങ്കിൽ ബ്ലോക്ക് എയുടെ എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കെ എക്സ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാ 3t+3mg എന്ന് എഴുതാമല്ലോ. എഴുതാം കെ എക്സ് ഈസ് ഈക്വൽ ടു t+3mg എന്ന് എഴുതാം. ഇനി ബ്ലോക്ക് ബിയുടെ എഴുതുന്നെങ്കിലോ t ഈസ് ഈക്വൽ ടു mg എന്ന് എഴുതാം. ഈ t ഈസ് ഈക്വൽ ടു mg അല്ലേ ബ്ലോക്ക് ബി, ആ ടിക്ക് ഇവിടെ എന്തിട്ട് കൊടുക്കാം mg എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കെ എക്സ് ഈസ് ഈക്വൽ ടു mg പ്ലസ് എന്ത് കിട്ടും 3mg കിട്ടും. അത് എത്രയെന്ന് കിട്ടും 4mg എന്ന് കിട്ടും അല്ലേ. ഓക്കെ. ഇനി സ്പ്രിംഗ് കട്ട് ചെയ്തതിന് ശേഷം ആഫ്റ്റർ സ്പ്രിംഗ് കട്ട് ചെയ്യുമ്പോൾ എന്തൊട്ട് ഇവിടെ ഒരു ആക്സിലറേഷൻ മേലോട്ടുണ്ടാകും, ഇവിടെ ആക്സിലറേഷൻ താഴോട്ടുണ്ടാകും. അപ്പോൾ ഇനി എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? മുകളിലോട്ട് കെ എക്സ് മൈനസ് താഴോട്ട് എന്താ ഉള്ള 3mg ഈസ് ഈക്വൽ ടു 3m ഇൻറ്റു എ എന്ന് കിട്ടും അല്ലേ. കെ എക്സിന് എന്തിട്ട് കൊടുക്കാം 4mg ഇട്ട് കൊടുക്കാം. അപ്പോൾ 4mg മൈനസ് 3mg ഈസ് ഈക്വൽ ടു 3ma. ഇവിടുന്ന് g ഈസ് ഈക്വൽ ടു mg ഈസ് ഈക്വൽ ടു 3ma എന്ന് കിട്ടും. എമ്മും ക്യാൻസലായ എന്ത് കിട്ടും എ ഈസ് ഈക്വൽ ടു g/3 എന്ന് കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ആരുടേതാണ് എയുടേത് എന്ത് കിട്ടി g/3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നമുക്ക് ആരുടെ കണ്ടുപിടിക്കണം ബിയുടെ കണ്ടുപിടിക്കണം. ബിയുടെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, എന്തൊക്കെയുള്ളത് താഴോട്ടാ മോശം. അപ്പോൾ mg മൈനസ് ടി ഈസ് ഈക്വൽ ടു ma എന്ന് കിട്ടും. നമുക്ക് ടി എഴുതണ്ട, അപ്പോൾ mg ഈസ് ഈക്വൽ ടു ma എന്ന് കിട്ടും. അപ്പോൾ g ഈസ് ഈക്വൽ ടു എന്താണ് എ ആണ്. സോ ആക്സിലറേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ജി എന്നും കിട്ടി. സോ നമ്മുടെ ആൻസർ ഏതാ g/3 g. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ഏകദേശം 45-46 ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക, തിയറിയിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുക. എന്നിട്ട് നന്നായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സാർമാരോടോ ചോദിക്കാം. ഓക്കെ അല്ലേ?